അസ്സലാമു അലൈക്കും. എല്ലാവരും ഒന്ന് എന്നെ സപ്പോർട്ട് ചെയ്ത് ലൈക്ക് അടിച്ച് കമൻറ്റ് ഇടണേ. ഇന്ന് ഉണക്കൽ മുളകിട്ട് വരട്ടി വെക്കുന്നൊരു വീഡിയോസാണ്. സവാള, ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി ചേർക്കത്തില്ല, പിന്നെ തക്കാളി, അയില ഉണക്കിയത് ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്നത്, പിന്നെ വറ്റൽ മുളക്, പുളി, കരിയാപ്പില. ഗ്യാസ് കത്തിച്ചൊരു ചീനിച്ചട്ടി അടുപ്പി വെച്ച് വെളിച്ചെണ്ണ വീത്തുക. തീ കുറയ്ക്കട്ടെ. തീ കുറച്ച് വെച്ചിട്ടെ ഇനി കടുകിടുക. അതിന് ഉള്ളി, ഇഞ്ചി, പച്ചമുളകും കൂടെ ഇടുകയാണ്. സവാളയോ കൊച്ചുള്ളിയല്ല കേട്ടോ, സവാളയാണ്. ഇനി വരണ്ട് വരുമ്പോഴത്തേക്ക് തക്കാളി ഇടണം. ഇനി ഇതിൽ തക്കാളി ഇടുകയാണ്. തക്കാളി ഇടുമ്പം തന്നെ ഉണക്കൽ വന്നിട്. ഇതെല്ലാം കൂടെ ഒന്ന് വെന്ത് കഴിയുമ്പോഴേ പുളിവെള്ളം ഒഴിക്കും. ഒന്ന് വേവണ്ട, ഒന്ന് വരട്ടി വെച്ചതിന് ശേഷം ഇതിപ്പോൾ ഉണക്കലും ഇട്ടേ. ഇനി ഇത് നമ്മൾ പുളിവെള്ളം ഒഴിക്കുകയാണ്. പുളിവെള്ളത്തിൽ കിടന്നാണ്, വെള്ളം വേണമല്ലോ, അതിനകത്ത് വെള്ളം ഒഴിച്ചിട്ടില്ല, എണ്ണ മാത്രമേ ഉള്ളൂ. ഈ പുളിവെള്ളം ഒഴിച്ചിട്ട് വേണം അതിൽ കിടന്നിത് വേവണം. പുളിവെള്ളം ഒഴിക്കുക. ഇത് മതി. ഇത് ശരിയായി വന്ന് ഇനി ഇതിനകത്ത് ചേർക്കുന്നതെന്ന് പറഞ്ഞാൽ മഞ്ഞൾപ്പൊടി, പിന്നെ വറ്റൽ മുളക് ക്രാഷ് ചെയ്ത് വെച്ചേക്കുന്നത്, മതി. ഇത് ഇത്രയേ ഉള്ളൂ ഇതിനകത്ത് കാര്യം. ഇനി ഇതൊന്ന് ഒരു ശകല ഇതിൻ്റെ സ്മെല്ലും കൂടെ പോയി കിട്ടണം. ഈ മുളകിൻ്റെയും മഞ്ഞൾപ്പൊടിയുടെയൊക്കെ സ്മെല്ല് പോയി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഇത്തിരി മുളക് പൊടി ചേർക്കും കേട്ടോ. അത് ഇതൊന്ന് റെഡിയായി വന്നിട്ട് അത് ഇത്തിരി മുളക് പൊടി കൂടെ ചേർത്ത് ഇനി അടക്കും. ഇനി ഇതിലൊരു ശകല മുളക് പൊടി, തോനെയൊന്നും ചേർക്കത്തില്ല. വേണ്ടേ, കണ്ട ഇത്രയും മുളക് പൊടി ചേർക്കും. അവിടെ വയ്ക്കടി. പിന്നെ ഒരു ശകല വെളിച്ചെണ്ണയും കൂടെ ചേർക്കും. വെളിച്ചെണ്ണ ഇതിനാവശ്യമാണ്. വെളിച്ചെണ്ണയും ചേർത്ത് അങ്ങനെ ഇത് ശരിയായി. മുളക് പൊടി ഇട്ട് നമുക്ക് ചോറ് കഴിക്കാൻ ഇത് മാത്രം മതി കേട്ടോ. ഉണക്കലിൻ്റെ ആ സ്മെല്ല് കിട്ടിയാൽ മാത്രം മതി. നല്ല വൃത്തിയായിട്ട് ഒത്തിരി ചോറ് കഴിക്കാം. ചോറ് വെച്ച് വെച്ചേക്കുന്നു. പിന്നെ ഇതിൻ്റെ കൂടെ ഞാൻ ഉണക്കമുളക് ചുട്ട് ചമ്മന്തി അരച്ച് വെച്ചിട്ടുണ്ട്. ഇഞ്ചി, പച്ചമുളക്, ഉള്ളി, ഉണക്കമുളക് ചുട്ട ചമ്മന്തി, അതാക്കാം. ഇതിനകത്ത് ഉപ്പിടണ്ട കേട്ടോ. ഉപ്പ് ഈ മീനിന് നല്ല ഉപ്പായിരുന്നു, അയിലക്കുഞ്ഞായിരുന്നു. പിന്നെ ആ ഉപ്പുണ്ടായാൽ നമുക്കത് മതി, വേറെ ഉപ്പൊന്നും വേണ്ട കാര്യമില്ല. ഉപ്പിട്ട് കഴിഞ്ഞാൽ പിന്നെ കൂട്ടാൻ കൊള്ളാതാവും. അങ്ങനെ ഉണക്കൽ ചമ്മന്തിയും റെഡിയായി. എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് അടിക്കുക, കമൻ്റ് ഇടുക, സൗത്ത് ചെയ്യുക. നീ പറഞ്ഞോ എന്നാ പോ. ഓക്കെ, ചില സമയം അങ്ങനെ എല്ലാം റെഡിയായി. ഇനി തീ ഓഫ് ചെയ്യും. ആവശ്യത്തിനുള്ള എരിവെല്ലാം ഉണ്ട് കേട്ടോ. ഇതിനകത്തൊന്നും ചേർക്കാനില്ല. ആ വറ്റൽ മുളകിൻ്റെ ഒരു ടേസ്റ്റാണ് കൂടുതലും ഇതിനകത്ത് കിട്ടുന്നത്. ശരിയെങ്കിൽ